60 വയസ്സ് കഴിഞ്ഞവർക്ക് ഭാരം, നീര്, ക്ഷീണം എന്നിവ അവരുടെ കാലുകളിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പലരും ഇത് വാർദ്ധക്യത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് കരുതുന്നു. പല കേസുകളിലും പ്രശ്നം നിങ്ങളുടെ ഹൃദയമല്ല, നിങ്ങളുടെ ആർട്ടറീസ് മാത്രമല്ല, നിങ്ങളുടെ കാലുകളിലെ പേശികളുടെ ഒരു ചെറിയ കൂട്ടമാണ് നിശബ്ദമായി അവരുടെ ജോലി നിർത്തിയത്. പതിറ്റാണ്ടുകളായി മെഡിക്കൽ പരിശീലനത്തിൽ ഒരു ഓർത്തോപീഡിക് വാസ്കുലർ തത്വം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കാഫ് മസിൽസ് നിങ്ങളുടെ കാലുകൾക്ക് രണ്ടാമത്തെ ഹൃദയം പോലെ പ്രവർത്തിക്കുന്നു എന്നതാണ്. ഓരോ തവണയും അവ ചുരുങ്ങുമ്പോൾ അവ രക്തം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തിരികെ തള്ളാൻ സഹായിക്കുന്നു. അവ ദുർബലമാകുമ്പോൾ കണങ്കാലുകൾക്കും ലോവർ ലെഗ്സിൻ്റെ ചുറ്റും രക്തം അടിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നീര്, വേദന എന്നിവ പലപ്പോഴും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നത്. 2021 ജേണൽ ഓഫ് അപ്ലൈഡ് ഫിസിയോളജിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം നേരിയ ബ്ലഡ് സർക്കുലേഷൻ പ്രശ്നങ്ങളുള്ള പ്രായമായവരെ പിന്തുടർന്ന് അവരിൽ ലക്ഷ്യമിട്ട കാഫ് മസിൽസിൻ്റെ സജീവമാക്കൽ അഥവാ ആക്ടിവേഷൻ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ബ്ലഡ് സർക്കുലേഷൻ ഗണ്യമായി മെച്ചപ്പെടുത്തിയതായി കണ്ടെത്തി. അതിൽ പങ്കെടുത്തവർ ഓടുകയോ തീവ്രമായ വ്യായാമങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്തിരുന്നില്ല. പകരം മിക്ക ആളുകളും അവഗണിക്കുന്ന വളരെ ലളിതമായ ഒരു ചലനം അവർ നടത്തി, കാരണം അത് വളരെ എളുപ്പമാണെന്ന് തോന്നുന്നു. ഈ വീഡിയോയിൽ സൗമ്യമായും സുരക്ഷിതമായും ആരംഭിച്ച് ആ വ്യായാമത്തിലൂടെ ഞാൻ നിങ്ങളെ നയിക്കും. എന്നോടൊപ്പം അവസാനം വരെ നിൽക്കൂ. ഈ ഒരു ചലനം നിങ്ങളുടെ കാലുകൾക്ക് വീണ്ടും ഭാരം കുറഞ്ഞതും കൂടുതൽ സുഖകരവുമാകാൻ സഹായിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ കണ്ടെത്തും. ഞങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രായവും നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെന്നും എന്നെ അറിയിക്കുമല്ലോ. കൂടുതൽ മുതിർന്നവർക്ക് ഈ വിവരങ്ങളിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്നതിന് വീഡിയോ ആദ്യമേ ലൈക്ക് ചെയ്യാനും പങ്കിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിക്കുമല്ലോ. എക്സസൈസ് നമ്പർ 5, ജെന്റിൽ സീറ്റഡ് കാഫ് ആക്ടിവേഷൻ. ഈ എക്സസൈസ് വളരെ ലളിതമായി കാണപ്പെടുന്നു, അതുകൊണ്ടാണ് പലരും ഇതിനെ കുറച്ചു കാണുന്നത്. എന്നാൽ ഈ ചെറിയ ചലനം 70 വയസ്സിനു ശേഷം ആരോഗ്യകരമായ ബ്ലഡ് സർക്കുലേഷനിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു മസിൽ സംവിധാനത്തെ സജീവമാക്കുന്നു. രണ്ട് കാലുകളും തറയിൽ പരന്ന നിലയിൽ വെച്ചുകൊണ്ട് ഉറപ്പുള്ള ഒരു കസേരയിൽ സുഖമായി ഇരിക്കുക. നിൽക്കാൻ പ്രയാസമില്ല, ബാലൻസ് വെല്ലുവിളിയില്ല, നിങ്ങളുടെ കാൽമുട്ടുകൾക്കോ ഇടുപ്പുകൾക്കോ ബുദ്ധിമുട്ടുമില്ല. നിങ്ങളുടെ കാലിൻ്റെ ഹീൽ പതുക്കെ ഉയർത്തുക, കാലിലെ പാദങ്ങൾ തറയിൽ ഉറപ്പിച്ച് തന്നെ നിർത്തുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കാഫ് മസിൽസ് ചുരുങ്ങുകയും നിയന്ത്രിത താളത്തിൽ വിശ്രമിക്കുകയും ചെയ്യുന്നു. ഓരോ കോൺട്രാക്ഷനും രക്തത്തെ മുകളിലേക്ക് തള്ളാൻ സഹായിക്കുന്നതിനാൽ ഈ മസിൽസിനെ പലപ്പോഴും കാലുകളുടെ വെനസ് പമ്പ് എന്ന് വിളിക്കുന്നു. കാഫ് മസിൽ ദുർബലമാകുകയോ നിഷ്ക്രിയമാകുകയോ ചെയ്യുമ്പോൾ കാലുകളിൽ രക്തം അടിഞ്ഞുകൂടുന്നു. കാലക്രമേണ ഇത് നീര്, സമ്മർദ്ദം, വേദന, പല മുതിർന്നവരും വിവരിക്കുന്ന ആ വല്ലാത്ത സെൻസേഷൻ എന്നിവയ്ക്ക് കാരണമാകുന്നു. ഈ വ്യായാമം സുരക്ഷിതമായി പരിശീലിക്കാൻ ഉറപ്പുള്ള ഒരു കസേരയിൽ നിവർന്നിരുന്ന് കാലുകൾ ഇടുപ്പിൻ്റെ വീതിയിൽ അകറ്റി നിർത്തുക. കാൽവിരലുകൾ തറയിൽ വെച്ചുകൊണ്ട് ഹീൽ പതുക്കെ ഉയർത്തുക, നിയന്ത്രണത്തോടെ താഴ്ത്തുക. ചലനത്തിലുടനീളം സാധാരണ രീതിയിൽ നിങ്ങൾ ശ്വസിക്കുക. വളരെ വേഗത്തിൽ നീങ്ങുക എന്നതാണ് ഒരു സാധാരണ തെറ്റ്. സാവധാനത്തിലുള്ളതും നിയന്ത്രിതവുമായ റെപ്പറ്റീഷൻസ് കാലിൻ്റെ ഹീൽ വേഗത്തിൽ ബൗൺസ് ചെയ്യുന്നതിനേക്കാൾ വളരെ വലിയ ബ്ലഡ് സർക്കുലേഷൻ ഗുണങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു. പ്രായമായവർക്ക് ഈ വ്യായാമം സുഖം, ആത്മവിശ്വാസം, സ്വാതന്ത്ര്യം എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഏതാനും ആഴ്ചകൾ തുടർച്ചയായി പരിശീലിച്ചതിന് ശേഷം അവരുടെ കാലുകൾക്ക് ഭാരം കുറയുകയും മുറുക്കം കുറയുകയും ചെയ്യുന്നത് പലരും ശ്രദ്ധിക്കുന്നു. എക്സസൈസ് നമ്പർ 4, സപ്പോർട്ടഡ് ആംഗിൾ ടു നീ ഫ്ലോ. കാഫ് മസിൽസ് ഉണരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഘട്ടം അവയ്ക്ക് തൊട്ടുമുകളിലുള്ള സന്ധികളിലൂടെ രക്തം കൂടുതൽ സ്വതന്ത്രമായി നീങ്ങാൻ സഹായിക്കുക എന്നതാണ്. ഈ മൃദുവായ ചലനം കണങ്കാലുകളും കാൽമുട്ടുകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത് പ്രായമാകുമ്പോൾ ലോവർ ലെഗ്സിൽ ആരോഗ്യകരമായ ബ്ലഡ് സർക്കുലേഷൻ നിലനിർത്തുന്നതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. രണ്ട് കാലുകളും തറയിൽ പരന്ന നിലയിൽ ഉറപ്പുള്ള ഒരു കസേരയിൽ നിങ്ങൾ ഇരിക്കുക. ഒരു സമയം ഒരു കാൽ പതുക്കെ പിന്നിലേക്ക് കസേരയിലേക്ക് നിങ്ങളുടെ കാൽമുട്ട് വളയ്ക്കുക. അങ്ങനെ നിങ്ങളുടെ കാൽമുട്ട് സുഖകരമായി വളയാൻ അനുവദിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ കാൽ ഏതാണ്ട് നേരെയാകുന്നതുവരെ നിങ്ങളുടെ കാൽ മുന്നോട്ട് നീക്കുക. സാവധാനത്തിലും നിയന്ത്രണത്തോടെയും നീങ്ങുക. നിങ്ങളുടെ കാൽമുട്ട് വളയുകയും നിവർത്തുകയും ചെയ്യുമ്പോൾ ചുറ്റുമുള്ള മസിൽസ് സൗമ്യമായി ചുരുങ്ങുകയും വിശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് രക്തം അതിൻ്റെ മുകളിലേക്കുള്ള യാത്ര തുടരാൻ സഹായിക്കുന്നു. പ്രായമായവരിൽ പലരും വളരെ കുറച്ച് കാൽമുട്ട് ചലനത്തോടെ ദീർഘനേരം ഇരിക്കുന്നതിനാൽ ഈ ചലനം പ്രത്യേകിച്ചും പ്രധാനമാണ്. പരിമിതമായ കാൽമുട്ടിൻ്റെ ചലനം ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കുകയും സന്ധിക്ക് താഴെയുള്ള കാഠിന്യത്തിനും വീക്കത്തിനും കാരണമാകുകയും ചെയ്യും. ക്ലീവ്ലാൻഡ് ക്ലിനിക് സമ്മറൈസ് ചെയ്ത ഗവേഷണം സൂചിപ്പിക്കുന്നത് മൃദുവായ ആവർത്തിച്ചുള്ള ജോയിൻറ്റ് മൂവ്മെൻറ്റ് പ്രായമായവരിൽ കാഫ് മസിൽസിൻ്റെ തിരിച്ചുവരവ് മെച്ചപ്പെടുത്തുകയും കാഠിന്യം കുറയ്ക്കുകയും ചെയ്യുമെന്നാണ്. ഈ വ്യായാമം ചെയ്യാൻ നിവർന്നിരുന്നുകൊണ്ട് നിങ്ങളുടെ കൈകൾ കസേരയുടെ വശങ്ങളിൽ ചെറുതായി വയ്ക്കുക. പതുക്കെ ഒരു കാൽ പിന്നിലേക്ക് നീക്കുക.
സുഖകരമായി തോന്നുന്നിടത്തോളം മാത്രം നിങ്ങളുടെ കാൽമുട്ട് വളയ്ക്കുക. അല്പനേരം താൽക്കാലികമായി നിർത്തുക. തുടർന്ന് പതുക്കെ നിങ്ങളുടെ കാൽ വീണ്ടും മുന്നോട്ട് നീക്കുക. ഓപ്പോസിറ്റ് കാലിൽ കൂടി ഈ ചലനം ആവർത്തിക്കുക. നിങ്ങളുടെ ശ്വസനം ശാന്തമായും ചലനങ്ങൾ സുഗമമായും നിലനിർത്തുക. നിങ്ങളുടെ കാൽമുട്ടിന് അസ്വസ്ഥത അനുഭവപ്പെടുകയാണെങ്കിൽ ചലനപരിധി കുറയ്ക്കുകയും വേദനയില്ലാത്ത ചലനത്തിൽ തുടരുകയും ചെയ്യുക. കാൽമുട്ട് വളരെയധികം വളയ്ക്കാൻ ശ്രമിക്കുകയോ വളരെ വേഗത്തിൽ ചലിപ്പിക്കുകയോ ചെയ്യുന്നതാണ് ഒരു സാധാരണ തെറ്റ്. മുതിർന്ന പൗരന്മാർക്ക് ഈ മൂവ്മെൻറ്റ് നിൽക്കുമ്പോഴും നടക്കുമ്പോഴും പടികൾ കയറുമ്പോഴും സുഖവും ആത്മവിശ്വാസവും മെച്ചപ്പെടുത്തുന്നു. എക്സസൈസ് നമ്പർ 3, സപ്പോർട്ടഡ് സ്റ്റാൻഡിംഗ് വെയ്റ്റ് ഷിഫ്റ്റ്. കാവ്സ്, ആംഗിൾസ്, നീസ് എന്നിവയിലൂടെ ബ്ലഡ് സർക്കുലേഷൻ സൗമ്യമായി പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ശരീരഭാരത്തെ സുരക്ഷിതമായി എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നിങ്ങളുടെ കാലുകളെ വീണ്ടും പഠിക്കാൻ സഹായിക്കുക എന്നതാണ്. ഒരു ബലമുള്ള കസേരയ്ക്ക് പിന്നിലോ കിച്ചൺ കൗണ്ടറിന് അരികിലോ നിൽക്കുക. നിങ്ങളുടെ കൈകൾ സപ്പോർട്ടിൽ വയ്ക്കുക. നിങ്ങളുടെ പാദങ്ങൾ ഇടുപ്പിൻ്റെ വീതിയിൽ വയ്ക്കുക. പതുക്കെ നിങ്ങളുടെ ഭാരം ഒരു കാലിലേക്ക് മാറ്റുക. സെൻറ്ററിലേക്ക് മടങ്ങുക. തുടർന്ന് നിങ്ങളുടെ ഭാരം മറ്റേ കാലിലേക്ക് പതുക്കെ മാറ്റുക. തുടർന്ന് വീണ്ടും മടങ്ങുക. മൂവ്മെൻറ്റ് സൂക്ഷ്മവും സുഗമവും നിയന്ത്രിതവുമായിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ കാലുകൾ ഉയർത്തുകയോ ഒരു കാലിൽ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ ശരീരഭാരത്തെ സ്വാഭാവികമായും കാര്യക്ഷമമായും ഷെയർ ചെയ്യാൻ നിങ്ങളുടെ കാലുകളെയും ഇടുപ്പുകളെയും പഠിപ്പിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ എടുക്കുന്ന ഓരോ ചുവടും, നിങ്ങൾ എടുക്കുന്ന ഓരോ തിരിവും, നിങ്ങളുടെ പൊസിഷൻ ക്രമീകരിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ ശരീരം ഒരു കാലിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഭാരം മാറ്റുന്നതിനാൽ ഇത് വളരെ പ്രധാനമാണ്. മായോ ക്ലിനിക്കിൽ നിന്നുള്ള മാർഗനിർദ്ദേശം 3 പറയുന്നത് സപ്പോർട്ടഡ് സ്റ്റാൻഡിംഗ് എക്സസൈസസ് പ്രായമായവരിൽ, പ്രത്യേകിച്ച് ബാലൻസും കോൺഫിഡൻസും ഒക്കെ കുറഞ്ഞവർക്ക് ലോവർ ലിംബ് സർക്കുലേഷനും ന്യൂറോ മസ്കുലർ കോർഡിനേഷനും മെച്ചപ്പെടുത്താൻ വളരെ സഹായിക്കും എന്നാണ്. എക്സസൈസ് നമ്പർ 2, ചെയർ അസിസ്റ്റഡ് സിറ്റ് ടു സ്റ്റാൻഡ്. ഒരു കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് സാധാരണമാണെന്ന് തോന്നുമെങ്കിലും 70 വയസ്സിനു ശേഷം കാലുകളുടെ ശക്തിയും ആരോഗ്യകരമായ സർക്കുലേഷനും നിലനിർത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചലനങ്ങളിൽ ഒന്നായി ഇത് മാറുന്നു. ഉറപ്പുള്ള ഒരു കസേരയിൽ ഇരിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ പാദങ്ങൾ കാൽമുട്ടുകൾക്ക് പിന്നിൽ തറയിൽ പരത്തുക. നിങ്ങളുടെ ഭാരം നിങ്ങളുടെ പാദങ്ങൾക്ക് മുകളിലൂടെ മാറുന്ന തരത്തിൽ നിങ്ങളുടെ ശരീരം മുന്നോട്ട് ചരിക്കുക. പിന്നെ പതുക്കെ എഴുന്നേൽക്കുക. നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അല്പനേരം നിർത്തി അതേ മന്ദഗതിയിലുള്ള നിയന്ത്രിത ചലനത്തോടെ കസേരയിലേക്ക് തിരികെ താഴ്ത്തുക. ആവശ്യമെങ്കിൽ സപ്പോർട്ടിനായി നിങ്ങളുടെ കൈകൾ ആംബ്രസ്റ്റുകളിലോ തുടകളിലോ വിശ്രമിക്കുക. നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴെല്ലാം നിങ്ങളുടെ കാലുകളിലെയും തുടകളിലെയും ഇടുപ്പുകളിലെയും പേശികൾ ഒരുമിച്ച് ചുരുങ്ങുകയാണ്. ഈ കോഓർഡിനേറ്റഡ് മസിൽ കോൺട്രാക്ഷൻസ് നിങ്ങളുടെ കാലുകളിലൂടെ രക്തം മുകളിലേക്ക് തള്ളാൻ സഹായിക്കുകയും സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്ന പേശികളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. നിൽക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ പലരും ചലനം ഒഴിവാക്കാനാണ് തുടങ്ങുന്നത്. നിർഭാഗ്യവശാൽ അത് ഒഴിവാക്കുന്നത് പലപ്പോഴും കൂടുതൽ ബലഹീനതയിലേക്കും സർക്കുലേഷൻ മോശമാകുന്നതിലേക്കും നയിക്കുന്നു. സിറ്റ് ടു സ്റ്റാൻഡ് വ്യായാമങ്ങൾ സാവധാനത്തിലും സ്ഥിരമായും നടത്തുമ്പോൾ പ്രായമായവരിൽ ലോവർ ബോഡി മസിൽസിൻ്റെ സജീവമാക്കൽ മെച്ചപ്പെടുത്തുകയും ആരോഗ്യകരമായ രക്തപ്രവാഹത്തെ പിന്തുണയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുവെന്ന് ഹാർവാർഡ് ഹെൽത്ത് പബ്ലിഷിംഗ് വിശദീകരിക്കുന്നു. സുരക്ഷിതമായി പരിശീലിക്കാൻ കുറച്ച് റെപ്പറ്റീഷൻസ് മാത്രം ഉപയോഗിച്ച് ആരംഭിക്കുക. നിൽക്കാൻ ഏകദേശം 3 സെക്കൻഡൊക്കെ എടുക്കാം. പിന്നെ വീണ്ടും ഇരിക്കാൻ കൂടുതൽ സമയമെടുക്കുക. ചലനത്തിലുടനീളം സ്വാഭാവികമായി നിങ്ങൾ ശ്വസിക്കുന്നത് തുടരുക. ശ്വാസം പിടിച്ചു നിർത്തുന്നത് ഒഴിവാക്കുമല്ലോ. നിങ്ങളുടെ കാൽമുട്ടുകൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുകയാണെങ്കിൽ ചലനത്തിൻ്റെ ആഴം കുറയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ശക്തി മെച്ചപ്പെടുന്നതുവരെ അധിക സഹായത്തിനായി നിങ്ങളുടെ കൈകൾ ഉപയോഗിക്കുക. ഒരു സാധാരണ തെറ്റ് കസേരയിലേക്ക് വേഗത്തിൽ വീഴുക എന്നതാണ്. അങ്ങനെ ചെയ്യുന്നത് വ്യായാമത്തിൻ്റെ ഗുണം വളരെയധികം ഇല്ലാതാക്കുകയും നിങ്ങളുടെ സന്ധികളിൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും. എക്സസൈസ് നമ്പർ 1, കൺട്രോൾഡ് ഹീൽ ടു സ്റ്റാൻഡ് ഫ്ലോ. 70 വയസ്സിനു ശേഷം കാലിലെ സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്നതിന് ഏറ്റവും വിലപ്പെട്ടതായി പല ഡോക്ടർമാരും കരുതുന്ന ഒരു വ്യായാമമാണ് ഇത്. ഇത് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ല, മറിച്ച് ആരോഗ്യകരമായ ദൈനംദിന ചലനത്തിന് നിങ്ങളുടെ കാലുകൾക്ക് ആവശ്യമായതെല്ലാം ഇത് സംയോജിപ്പിക്കുന്നതിനാലാണ്. ഇത് കാഫ് ആക്ടിവേഷൻ, ഭാരം കൈമാറ്റം, സ്റ്റാൻഡിംഗ് സ്ട്രെങ്ത് എന്നിവ ഒരു സുഗമവും പ്രായോഗികവുമായ വ്യായാമത്തിലേക്ക് ഒരുമിച്ച് കൊണ്ടുവരുന്നതാണ്. സപ്പോർട്ടിനായി നിങ്ങളുടെ കൈകൾ ഒരു ബലമുള്ള കസേരയുടെയോ കൗണ്ടർ ടോപ്പിൻ്റെയോ പിന്നിൽ ലഘുവായി അമർത്തി നിൽക്കുന്നതിലൂടെ ഇത് ആരംഭിക്കുക. നിങ്ങളുടെ പാദങ്ങൾ ഇടുപ്പിൻ്റെ വീതിയിൽ വയ്ക്കുക. നിങ്ങളുടെ കാലിൻ്റെ ഹീൽ തറയിൽ നിന്ന് കുറച്ച് ഇഞ്ച് മാത്രം പതുക്കെ ഉയർത്തിക്കൊണ്ട് തുടങ്ങുക. നിങ്ങളുടെ കാഫ് മസിൽസ് ഇടുങ്ങിയതായി അനുഭവപ്പെടുന്നു. അല്പനേരം നിർത്തുക. തുടർന്ന് നിയന്ത്രണത്തോടെ നിങ്ങളുടെ ഹീൽ താഴ്ത്തുക. അടുത്തതായി നിങ്ങൾ ഇരിക്കാൻ തുടങ്ങുന്നതുപോലെ നിങ്ങളുടെ കാൽമുട്ടുകൾ ചെറുതായി വളയ്ക്കുക. തുടർന്ന് നിങ്ങൾ സ്ട്രെയിറ്റ് നിൽക്കുന്നതുവരെ വീണ്ടും നിങ്ങളുടെ കാലുകൾ നേരെയാക്കുക.
കാലിൻ്റെ ഹീൽ ഉയർത്തലിൽ നിന്ന് മൃദുവായ കാൽമുട്ട് വളവിലേക്കും തിരികെ വിശ്രമിക്കുന്ന നിലയിലേക്കും ചലനം സ്വാഭാവികമായി പ്രവഹിക്കാൻ നിങ്ങൾ അനുവദിക്കുക. ഈ ചലനം നിങ്ങളുടെ ശരീരം ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്ന രീതിയെ സൂക്ഷ്മമായി പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴോ മുന്നോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ ക്രമീകരിക്കുമ്പോഴോ നിങ്ങളുടെ കാൽമുട്ടുകൾ, തുടകൾ, ഇടുപ്പുകൾ എന്നിവ ഒരു ടീമായി ഒരുമിച്ച് പ്രവർത്തിക്കണം. ഈ പേശികൾ ക്രമത്തിൽ ചുരുങ്ങുമ്പോൾ അവ നിങ്ങളുടെ കാലുകളിലൂടെ രക്തം മുകളിലേക്ക് തള്ളാൻ സഹായിക്കുകയും നിങ്ങളെ സ്വതന്ത്രമായി നിലനിർത്തുന്ന പേശികളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. വ്യായാമത്തിലുടനീളം സ്വാഭാവികമായി നിങ്ങൾ ശ്വസിക്കുക. ഒരു ചെറിയ വ്യാപ്തിയിൽ ആരംഭിച്ച് സുഖകരമായി തോന്നിയാൽ മാത്രം അത് വർദ്ധിപ്പിക്കുക. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അസ്ഥിരത തോന്നിയാൽ നിങ്ങളുടെ കൈകളിലൂടെ കൂടുതൽ ഭാരം വയ്ക്കുക, അല്ലെങ്കിൽ കാൽമുട്ട് വളവ് കൂടുതൽ ആഴം കുറഞ്ഞതാക്കുക. ഒരു സാധാരണ തെറ്റ് മൂവ്മെൻറ്റ് വേഗത്തിലാക്കുക അല്ലെങ്കിൽ അതൊരു സ്ക്വാറ്റാക്കി മാറ്റുക എന്നതാണ്. എന്നാൽ അതല്ല നമ്മുടെ ലക്ഷ്യം. നിങ്ങളുടെ ശരീരത്തിന് എല്ലാ ദിവസവും സുഖകരമായി ആവർത്തിക്കാൻ കഴിയുന്ന സ്ഥിരവും ആത്മവിശ്വാസമുള്ളതുമായ ചലനത്തെക്കുറിച്ചാണ് ഈ വ്യായാമം. 70 വയസ്സിനു ശേഷം നിങ്ങളുടെ കാലുകൾക്ക് ഭാരം കുറഞ്ഞതും ശക്തവും കൂടുതൽ വിശ്വസനീയവുമാകാൻ സഹായിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു മൂവ്മെൻറ്റ് മാത്രമേ തിരഞ്ഞെടുക്കാൻ കഴിയൂവെങ്കിൽ പല ആരോഗ്യ വിദഗ്ധരും നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കാൻ ഈ എക്സസൈസ് ശുപാർശ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ആ 5 വ്യായാമങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായി തോന്നിയാൽ ദയവായി ഇതിനൊരു ലൈക്ക് നൽകുക. ഇതിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്ന ഒരാളുമായി ഇത് പങ്കിടുക. പ്രായമായവർക്കായി പ്രത്യേകിച്ച് സൃഷ്ടിച്ച കൂടുതൽ പ്രായോഗിക ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണും.